നമ്മുടെ രക്തത്തിൽ പ്രധാനമായും രണ്ട് ആന്റിജനുകളാണുള്ളത്, ആന്റിജൻ എ, ആന്റിജൻ ബി എന്നിവ. ഇവ ഓരോന്നിന്റെയും സാന്നിധ്യവും അസാന്നിധ്യവുമാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിനെ നിർണായകമാക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ രക്തത്തിൽ എ ആന്റിജനും ബി ആന്റിജനും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി ആയിരിക്കും. എ ആന്റിജൻ മാത്രമാണെങ്കിലോ ബ്ലഡ് ഗ്രൂപ്പ് എ ആയിരിക്കും. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി ആണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ബി ആന്റിജനുകളാണ് ഉണ്ടാകുക. ഇനി നിങ്ങളുടെ രക്തകോശങ്ങളിൽ ഈ രണ്ട് ആന്റിജനും ഇല്ലെങ്കിലോ, അപ്പോൾ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പിനെ ഒ എന്ന് വിളിക്കുന്നു. ആന്റിജൻ റെഡ് ബ്ലഡ് സെൽസിൽ കാണുന്ന പ്രോട്ടീൻ ആണെങ്കിൽ ആന്റിബോഡി എന്നത് ബ്ലഡ് പ്ലാസ്മയിൽ കാണുന്ന പ്രോട്ടീനാണ്. അവ നമ്മുടെ ശരീരത്തിന്റെ സ്വതവേയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ശരീരത്തിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ തിരിച്ചറിഞ്ഞ് അവയെ പ്രതിരോധിക്കാനും നശിപ്പിക്കാനും അവ നമ്മളെ സഹായിക്കുന്നു. ഒ ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിജനുകൾ ഇല്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നാൽ അവയിൽ എ, ബി എന്നീ രണ്ട് ആന്റിബോഡികൾ ഉണ്ട്. അതുപോലെ എ ബ്ലഡ് ഗ്രൂപ്പിൽ ബി ആന്റിബോഡിയും ബി ബ്ലഡ് ഗ്രൂപ്പിൽ എ ആന്റിബോഡിയുമാണ് ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ എ ബി ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിബോഡികൾ ഏതാണെന്ന് പറയാമോ? അതെ, അവയിൽ ആന്റിബോഡികൾ ഉണ്ടാവുകയില്ല.